ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മോരുകറിയാണ്. ഇതിനാവശ്യമായ ചേരുവകൾ 250 ml തൈര്, ഒരു ചെറിയ കഷ്ണം സവാള, ഇഞ്ചി, പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഉണക്കമുളക്, താളിക്കാൻ ആവശ്യമായ കടുക്, ഉലുവ, മഞ്ഞൾപ്പൊടി, കായം. നമുക്ക് തൈരൊന്ന് കട്ടകളൊക്കെ കളഞ്ഞൊന്ന് 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. കട്ടകളെല്ലാം മുടയണം. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടായ ശേഷം എണ്ണയൊഴിക്കാം. എല്ലാ സ്ഥലത്തും എണ്ണ പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർക്കാം. ഞാൻ 2 കഷ്ണമായിട്ടാണ് ഇവിടെ ചേർക്കുന്നത്. അങ്ങനെ 4 ഉണക്കമുളക് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില നമുക്ക് ചേർക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറിയ ടീസ്പൂൺ കായം, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ. ഇനി നമുക്കിതിലേക്ക് കട്ടകൾ കളഞ്ഞ തൈര് ചേർക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ തൈര് ഒരിക്കലും തിളച്ച് പോകരുത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തൈര് ചൂടാക്കി എടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറിക്ക് ഇത്തിരി പുളി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് പുളി ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.